വിഴിഞ്ഞം ഒരു തുറമുഖമായത് വിഴിഞ്ഞത്തിന്റെ ഭാഗ്യം. അതൊരു മനുഷ്യ കുഞ്ഞായിരുന്നെങ്കിൽ എന്തെല്ലാം അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേനെ. എത്ര പേരാണ് വിഴിഞ്ഞത്തിന്റെ പിതൃത്വം അവകാശപ്പെടുന്നത്. അവകാശവാദം ഉന്നയിക്കുന്നവരെല്ലാവരും തങ്ങൾ മാത്രമാണ് വിഴിഞ്ഞത്തിന്റെ ഉത്തരവാദി എന്നാണ് പറയുന്നത്. ഒരു കൂട്ടർ മാത്രമല്ല കേട്ടോ ഇങ്ങനെ പറയുന്നത്. സുന്ദരിയും സുമുഖിയുമായ വിഴിഞ്ഞം ജനിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ തുടങ്ങിയതാണ് ഈ പിതൃത്വത്തെ ചൊല്ലിയുള്ള തമ്മിൽ തല്ല്. എന്തായാലും ഈ തോതിലാണെങ്കിൽ ഒരു DNA പരിശോധന തീർച്ചയായും വേണ്ടിവരും. ഇതിലിപ്പോ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗർഭമായി വിഴിഞ്ഞുണ്ടാവും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോ ഇതിലെ പല കക്ഷികളും തന്നെ എങ്ങനെയെങ്കിലും ഗർഭചിത്രം നടത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയവരാണ് പലരും. അത് പല ഘട്ടത്തിൽ ശ്രമിച്ചവരുണ്ട്. ഒരു ഘട്ടത്തിൽ ശ്രമിച്ചവർ, പിന്നൊരു ഘട്ടത്തില് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നവരുണ്ട്. പിന്നീട് ചിലര് പിതൃത്വം ആദ്യം അവകാശപ്പെട്ടവർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കലക്കി കളയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഗർഭചിത്രം നടത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടായാലും 8 മാസമായാലും ഒന്നാണ്ട് കലക്കി കളഞ്ഞാലോ എന്ന് ആലോചിച്ചാൽ ചില കൂട്ടർ പിന്നീട് ഇപ്പൊ പിതൃത്വം ഏറ്റെടുത്ത് വന്നവരുണ്ട്. വിഴിഞ്ഞത്തിന്റെ 4 അയലോക്കത്ത് പോലും വന്നിട്ടില്ലാത്തവരും താലി ചാർത്തി കടന്നു കളഞ്ഞവരും എല്ലാം ഇപ്പോൾ തങ്കം പോലെ ജനിച്ച ഈ വിഴിഞ്ഞ സുന്ദരിക്കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്ന് മത്സരിക്കുന്ന കാഴ്ച കാണുമ്പോൾ കേമായിട്ടുണ്ട്. എല്ലാവരും തങ്ങൾ തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ പിതാവ് എന്ന് അവകാശപ്പെട്ട് പത്രങ്ങളിൽ പരസ്യം പോലും കൊടുത്തു കഴിഞ്ഞു. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് കേരളത്തിൻ്റെത് എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ലോകത്തിൽ തന്നെ നമ്പർ 1 ഇന്റർനാഷണൽ തുറമുഖമാവേണ്ടതാണ് ഈ വിഴിഞ്ഞം. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു അഭിമാന പദ്ധതി. നമ്മുടെ രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും വികസന കുതിപ്പിന് കാരണമാകും ഈ വിഴിഞ്ഞം പദ്ധതി. ഈ മെയ് 2 വെള്ളിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ ഈ തുറമുഖം രാജ്യത്തിനും ലോകത്തിനും സമർപ്പിക്കും. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി നിരവധി വ്യക്തിത്വങ്ങൾ പരിശ്രമിച്ച കാര്യം നാം വിസ്മരിച്ചുകൂടാ. നിരവധി കാരണങ്ങളാൽ അന്നൊന്നും നടക്കാതെ പോയ ഈ മഹത് പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കുമ്പോൾ അവരിൽ പലരും നമ്മോടൊപ്പമില്ല. സഖാവ് EK നായനാര്, ശ്രീ MV രാഘവൻ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി തുടങ്ങിയവരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു. അവരെയെല്ലാം മറന്നുകൊണ്ട് ഇത് നമ്മളുടേത് മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം ശ്രമം കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ ചില സങ്കുചിത രാഷ്ട്രീയ ചിന്താഗതികൾ കാരണമാകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. തങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഈ പദ്ധതിയെ എതിർത്തിരുന്ന ശ്രീ പിണറായി വിജയനും കൂട്ടരും ഭരണത്തിൽ വന്നപ്പോൾ ഈ പദ്ധതി സുധീരം അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും പ്രകൃതിക്ഷോഭപരമായും നിരവധി തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ ആ പദ്ധതി നടപ്പിലാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം എന്തെല്ലാം രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായാലും കേരളത്തിന്റെ ഭാവി തന്നെയാണ് പ്രധാനം എന്ന തിരിച്ചറിവ് ശ്രീ പിണറായി വിജയനും കൂട്ടരും നടത്തി എന്നുള്ളത് തീർച്ചും അഭിനന്ദനാർഹമാണ്. കാരണം അത് നമ്മുടെ നാടാണ് വലുത്, നമ്മുടെ കേരളമാണ് വലുത്, നമ്മുടെ രാജ്യമാണ് വലുത് എന്ന കാര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി എടുത്ത തീരുമാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പദ്ധതിയിലേക്ക് നയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സാധാനിയുമായും ഉണ്ടാക്കിയ ഒരു കരാറാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സുപ്രധാന വേളയിൽ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആ രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിൽ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതിരിക്കാൻ ഒരു കേരളീയനും കഴിയില്ല. അങ്ങനെ ഓർക്കാതിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന കാര്യവുമല്ല. ഈ വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്നും ക്ഷണിച്ചു എന്നും എല്ലാ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അതെന്തുമാകട്ടെ, ക്ഷണിച്ചു എന്ന് സർക്കാരിന്റെ പ്രതിനിധി പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങിലേക്ക് എന്തൊക്കെ അനിഷ്ടങ്ങളുണ്ടെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കണം. കാരണം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിക്കേണ്ട നീതിയാണ് എന്ന് മാത്രമല്ല നമ്മുടെ നാടിനോട് കാണിക്കേണ്ട നീതിയാണ്. ഭരണാധികാരികൾ വരും പോകും, പക്ഷേ എല്ലാ കാലത്തേക്കും നമ്മുടെ നാടും കേരളവും ഇന്ത്യയും ഉണ്ടാകണം. ഏത് കൊലകൊമ്പനും ഒരു നാൾ കൊമ്പുകുത്തി വീഴും. അതാണ് അലിഖിതമായ ഈ പ്രപഞ്ച സത്യം. ഈഗോ കാണിക്കേണ്ട സന്ദർഭമല്ല ഇത്. ബന്ധപ്പെട്ട എല്ലാവരും അത് ഓർക്കുന്നത് നല്ലതാണ്. ജനം എല്ലാം വിലയിരുത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.